ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യമുനി ശിവഗിരി, ശക്തിഗിരി എന്നീ രണ്ട് കുന്നുകൾ തെക്ക് തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അവ വഹിക്കാൻ തന്റെ ശിഷ്യനായ അസുരൻ ഇടുമ്പനെ ചുമതലപ്പെടുത്തി. കാവടി എന്ന ഉപകരണം കണ്ടുപിടിച്ചാണ് ഇടുമ്പൻ കുന്നുകൾ ചുമലിൽ ചാഞ്ഞത്. ബ്രഹ്മാവിന്റെ ദണ്ഡും തൂണായി ഉപയോഗിച്ചിരുന്ന രണ്ട് ദിവ്യസർപ്പങ്ങളും ഉപയോഗിച്ചാണ് ഉപകരണം നിർമ്മിച്ചത്. മലകൾ താങ്ങി തളർന്നപ്പോൾ സുഖം പ്രാപിക്കാൻ പഴനിക്കടുത്ത് കാവടി വെച്ചു. അതിനിടയിൽ ഗണപതിക്ക് ജ്ഞാനപ്പാലം നഷ്ടപ്പെട്ട ശേഷം മുരുകൻ പഴനിയിലേക്ക് യാത്ര ചെയ്തു. കുന്നുകൾ തന്റേതാണെന്ന് അവകാശപ്പെട്ടു. കുന്നുകൾ ഉയർത്തി യാത്ര തുടരാൻ കഴിയാതെ ഇടുമ്പൻ ദേവനെ നേരിട്ടു. തുടർന്നുണ്ടായ പോരാട്ടത്തിൽ ഇടുമ്പൻ വധിക്കപ്പെട്ടു. എന്നാൽ ഭാര്യ ഇടുമ്പിയുടെയും അഗസ്ത്യന്റെയും മധ്യസ്ഥതയിൽ ഉയിർത്തെഴുന്നേറ്റു. ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ട ഇടുമ്പൻ മുരുകന്റെ ശ്രീകോവിലിന്റെ ദ്വാരപാലനായി ശാശ്വതമായി സേവിക്കാൻ ആഗ്രഹിച്ചു. ഇടുമ്പൻ കുന്നിന്റെ അടിവാരത്ത് കാവൽ നിൽക്കുമെന്ന് ദേവൻ പ്രഖ്യാപിക്കുകയും ആ സ്ഥലത്ത് തന്നെ ആരാധിക്കുന്ന ഓരോ ഭക്തനും ആദ്യം തന്റെ ദ്വാരപാലനെ ആരാധിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.